നമ്മളിന്ന് പോകുന്നത് ഒരു വിജനമായ ഒരു കടൽ തീരത്തേക്കാണ്. അവിടെ ഒരു പൊട്ടിത്തകരാറായ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാർ ആ ബംഗ്ലാവിനെ വിളിച്ചിരുന്നത് മരണവീട് എന്നാണ്. 90s ഒരു വിദേശി തൻ്റെ കുടുംബത്തിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ബംഗ്ലാവ്. വിദേശിയും വിദേശിയുടെ ഭാര്യയും 3 മാസം അവിടെ താമസിച്ചപ്പോഴേക്കും വിദേശിയുടെ ഭാര്യ ദുരൂഹമായി മരണപ്പെടുകയുണ്ടായി. തുടർന്ന് തന്നെ വിദേശിയെയും കാണാണ്ടായി. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ഈ സംഭവത്തിന് ശേഷം കുറെ ആളുകൾ അവിടെ താമസിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇവരാരും തന്നെ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. അവിടേക്ക് പോയവർക്ക് എന്ത് സംഭവിച്ചു, അവര് പിന്നീട് എവിടെ പോയി എന്നുള്ളത് ആ നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ഈ കഥകളെല്ലാം കേട്ട് ഇതൊന്നും വിശ്വസിക്കാതെ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് നാട്ടുകാരെ കൂടെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രവി എന്ന ബ്ലോഗർ ഒരു രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ തൻ്റെ ക്യാമറയും ടോർച്ചുമായിട്ട് ആ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ആ ബംഗ്ലാവ് തുറന്നപ്പോൾ തന്നെ അവിടെ ഒരു ജീവികളുടെ സൗണ്ടും പിന്നെ അതേപോലെ അവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. അയാൾ തീരുമാനിച്ചു ഈ ബംഗ്ലാവ് നമുക്കൊന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം, എന്തായാലും നന്നായി അതൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അതിൽ കൂടി എല്ലാം ഇങ്ങനെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ മേലെ കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു സൗണ്ട് അയാൾ കേട്ടു. അപ്പോൾ പെട്ടെന്ന് അയാൾ മേലെ പോയി നോക്കുമ്പോൾ ഒരു ഹോള്. ആ ഹോളിൽ ഒരു മൂലക്കായിട്ട് ഒരു ഗ്രാമഫോൺ തനിയെ ഇരുന്ന് പാടുന്നതായി കണ്ടു. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ കണ്ടില്ല. പിന്നെ അയാൾ നോക്കിയപ്പോൾ ജനലിൻ്റെ അടുത്ത് ഒരു രൂപം. ആ രൂപം ആ ജനലിലൂടെ പുറത്തുള്ള കടലിലേക്ക് ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇതൊന്നും വിശ്വസിക്കാതെ വന്ന ഒരാളാണല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് പേടിച്ചു. എന്നിട്ട് ആ രൂപം ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് രവി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച അയാൾ ഞെട്ടിപ്പോയി. കാരണം ആ കടലിലെ തിരമാലകളിൽ നിന്നും 10,000 കണക്കിന് ആളുകൾ ആ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി വരികയായിരുന്നു. ആ മനുഷ്യർക്കെല്ലാം ഒരേ രൂപമായിരുന്നു. ഇത് കണ്ട് പേടിച്ച് രവി തിരിഞ്ഞോടി എങ്ങനെയെങ്കിലും ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങണമെന്ന ചിന്തയോടെ ഓടുകയായിരുന്നു. അങ്ങനെ താഴെ എത്തി ആ ഡോർ തുറന്നപ്പോൾ അയാൾ വീണ്ടും ആ പഴയ ഹോളിലെത്തി. വീണ്ടും ഇത് ആവർത്തിച്ചു. വീണ്ടും അയാൾ ഓടി, എന്നിട്ട് ആ ഡോർ തുറക്കുന്നു, വീണ്ടും ആ ഹോളിലെത്തുന്നു. ഇത് കുറെ തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോഴാണ് രവിക്കൊരു കാര്യം മനസ്സിലായത്. അയാൾ എന്നേക്കുമായി അതിൽ പെട്ടുപോയി എന്ന്. കാരണം അത് വെറും ഒരു ബംഗ്ലാവ് ആയിരുന്നില്ല, അതൊരു ടൈം ലൂപ്പായിരുന്നു. അവിടെ കയറുന്നവർ ആരും തന്നെ പിന്നീട് പുറം ലോകം കാണുകയില്ല. ഒരേ രാത്രി ഒരേ സമയം ആവർത്തിച്ച് ജീവിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ രവിയും ആ ബംഗ്ലാവിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. അവന്റെ വാച്ചിലെ സൂചികൾ പിന്നിലേക്ക് കറങ്ങാൻ തുടങ്ങി. അവൻ വീണ്ടും ആ ഹാളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എത്ര വട്ടം ആ ഡോർ തുറന്നാലും ആ ഹാളിന്റെ നടുവിൽ തന്നെ ഒരേ നിമിഷം ഒരേ പേടി അത് അനന്തമായിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ നാട്ടുകാർ തീരത്ത് വന്ന് നോക്കുമ്പോൾ രവിയുടെ ക്യാമറ മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിലെ അവസാന ദൃശ്യം ഇതായിരുന്നു. രവി ബംഗ്ലാവിന്റെ ഉമ്മറത്തിരുന്ന് ഗ്രാമഫോണിൽ പാട്ട് കേട്ട് ചായ കുടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ രവിയുടെ കണ്ണുകൾക്ക് പകരം അവിടെ കറുത്ത കുഴികളായിരുന്നു. രവി ഇപ്പോൾ ആ ലൂപ്പിലെ ഭാഗമായി തീർന്നിരുന്നു.